ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവ്ജി ആണെങ്കിലോ നമ്മുടെ കൺമണിയോടായിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഇനി വേറൊരു സ്ഥലത്താണ് കൺമണി താമസിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സർ സംഭവിച്ചത്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗർ നല്ല ദേഷ്യത്തിലാണ്. ഇനി അവൻ ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ കൃഷും നെയ്യും ഇവിടുന്ന് മാറി താമസിക്കണം. എങ്ങോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അപ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, സർ ഞാൻ സാഗർ സാറിനെ പോയി കാണാം, എന്നിട്ട് സംസാരിക്കാം, എൻ്റെ പേരിലല്ലേ ഈ തെറ്റിദ്ധാരണ, അത് ഞാൻ തിരുത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ആകുമ്പോൾ ഞാൻ പറയാം. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് എന്തായാലും കൃഷ് ആദ്യം പോവുക ജയിലിലേക്കാണ്, ബലരാമനെ കണ്ട് സംസാരിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് തന്നെ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം കൺമണി എന്ന് പറയുന്നു. സർ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല, നീ എന്നെ വിശ്വസിക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ കൃഷ് വീണ്ടും ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ജയിലിലേക്ക് പോകുന്ന സമയത്തിന് മോനെ അനിയ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ കൃഷിൻ്റെ അടുത്തേക്ക് വന്ന് ഓടി ചെല്ലുന്നു കേട്ടോ. എന്നെ തൊട്ടു പോരുത്, ആരാ നിങ്ങളുടെ അനിയൻ? നിങ്ങൾ ചതിയനാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും കൊല്ലാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നതൊക്കെ നിങ്ങൾ ചതിയനായതുകൊണ്ടാണ്. ഒരിക്കലും തന്നെ അവരെ അവസാനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും എൻ്റെ അച്ഛൻ നിങ്ങളെ തീർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് എനിക്കൊരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നൊക്കെ കൃഷ് ബലരാമനോട് പറയുന്നു. അപ്പോൾ സഹദേവനും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വഴക്ക് കൂടാനാണെങ്കിൽ കൃഷ്ണൻ ഇങ്ങോട്ട് കയറ്റി വിടേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ബലരാമൻ തിരിച്ചും പറയുകയാണ്, ഒരിക്കലുമില്ല, കൃഷാണെങ്കിലോ എൻ്റെ അനിയനാണ്, അനിയനും ചേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അതിൽ സാർ ഇടപെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും സാഗറിനെയും അതുപോലെ ഹേമയും മാനസയും കാണിക്കുന്നു. അപ്പോൾ മാനസയോടും ഹേമയോടും ഒരു ക്ഷമ ചോദിക്കുക കേട്ടോ സാഗർ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൃഷി വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാനിവിടെ വന്നത് ബലരാമൻ്റെ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എഴുതി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചത് പോലുമില്ല. പിന്നെ സുജിനോട് പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആൻറ്റി വീണ്ടും പറയുന്നുണ്ട്, എനിക്കിനി അങ്ങനെ ഒരു മകനില്ല, എൻ്റെ മകനല്ല ക്രിസാഗർ എന്നൊരു മകൻ എനിക്കില്ല. അവന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് സംസാരിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് അവനോട് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കാലം അവൻ പിടിക്കുകയാണെങ്കിൽ മാത്രം ക്ഷമിച്ചാൽ മതി, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് ഹേമയോടും മാനസയോടും പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന മഹിയും നമ്മുടെ കൃഷിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ കൃഷ് മഹിയോട് പറയുന്നുണ്ട്, അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവനെ പുറത്തിറക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് രണ്ട് ശത്രുക്കളാണ് എൻ്റെ നേരെ വരുന്നത്, ഒന്ന് ബലരാമനും മറ്റത് എൻ്റെ അച്ഛനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവൻ എന്തിനാ ജാമ്യം എടുക്കുന്നത്? എത്ര പറഞ്ഞാലും കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് നമ്മൾ അറിയാത്തത്. മഹി, നീ എല്ലാം അന്വേഷിച്ച് എനിക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ, അല്ലാതെ പക്ഷം ഒന്നും ശരിയാവും തോന്നുന്നില്ല. നീ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കേണ്ട കൃഷി എന്ന് മഹി പറയുമ്പോൾ, ഒരിക്കലുമില്ല, അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അവൻ എൻ്റെ ശത്രു തന്നെയാണ്. എൻ്റെ കൃപമോൾ അവസാനിപ്പിക്കാൻ നിച്ച അവന് എൻ്റെ ശത്രു അല്ലേടാ വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നീ അതൊക്കെ വിട്. പിന്നെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കല്ലേ, നീ നമ്മുടെ ദേവജിയുടെ വീട്ടിലേക്ക് പോ, അവിടെയല്ലേ കൺമണിയുള്ളത്, ആകെ പ്രശ്നത്തിലായിരിക്കും അവൾ നിൽക്കുന്നുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഞാനിപ്പോൾ കൺമണിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണെന്ന് പറയുന്നു. ഇത് കൃഷി പോകുമ്പോൾ മഹി ദേവജിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു, കൃഷി അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഈ സുമിത്രയായിട്ടോ കാണിക്കുന്നത്. അങ്ങനെ സുമിത്രയുടെ ഫോൺ അവിടെ വെച്ചിട്ട് പോണ സമയത്ത് തന്നെ നമ്മുടെ ഭാഗ്യശ്രീ ആ ഫോൺ എടുത്തിട്ട് സുമിത്രയുടെ സൗണ്ടിൽ ബലരാമനെ കിട്ടാൻ വേണ്ടിയിട്ട് സഹദേവനെ വിളിക്കുക കേട്ടോ. അപ്പോഴത്തേനും സഹദേവൻ എന്താ മേഡം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എനിക്ക് ബലരാമനോട് സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ ചെന്ന് ഫോൺ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ, ഏട്ടാ ഞാനാണ്, ഭാഗ്യശ്രീയാണ്, അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്, സൗണ്ട് അമ്മയാണെന്ന് വിചാരിച്ച് ഏട്ടൻ സംസാരിച്ചാൽ മതി, സഹദേവന് ഒരിക്കലും സംശയം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. എന്താ അമ്മയെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മയല്ല ബലരാമൻ ചേട്ടനെ പുറത്തിറക്കുന്നത്, അത് സാഗർ സാറാണ്, അലിക ഡിസൈൻസിലെ ചെയർമാൻ സാഗറാണെന്ന് പറയുന്നു. എന്താ മോളെ ഈ പറയുന്നത്? തീർച്ചയായും അത് ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നറിയോ? ആ പാവം കുട്ടി കൃപയ്ക്ക് വേണ്ടിയിട്ട്, ഏട്ടൻ കൊല്ലാൻ ശ്രമിച്ച ആ പാവം കുട്ടി, ഏട്ടനോട് എന്തൊരു സഹതാപമാണ് ആ കുട്ടിക്ക്. പിന്നെ അച്ഛനും അമ്മയും പറയുന്നതൊന്നും ഏട്ടൻ വിശ്വസിക്കേണ്ട, അച്ഛന് ഒരു കുഴപ്പമില്ല, അച്ഛൻ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. അമ്മയും അച്ഛനും ഏട്ടനെ ചതിക്കുകയാണ്, അതുപോലെ അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു ബലിയാടാക്കുകയാണ് ഏട്ടനെ. ഏട്ടനത് മനസ്സിലാക്കണം. എനിക്കിങ്ങനെ ഇടയ്ക്ക് വിളിക്കണമെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്ന് സൗണ്ട് മാറ്റി ഞാൻ വിളിച്ചു
സഹിച്ചോളാം. പക്ഷേ ഏട്ടൻ മനസ്സിലാക്കണം, സാഗറാണ് ഏട്ടനെ പുറത്തിറക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു പാവാണ് ഏട്ടാ. ഇങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞ് ഏട്ടനും അമ്മയും അച്ഛനും ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെയല്ലേ ഉള്ളൂ. ഏട്ടൻ അവരെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാം കേൾക്കുന്ന ബലരാമൻ ആകെ ടെൻഷനാവാട്ടോ ചെയ്യുന്നത്. ഏട്ടൻ അവരെ വിശ്വസിക്കണം, അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കരുത്. അവർ ഏട്ടൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഏട്ടനെ നിർത്തിയിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സഹദേവന് തിരിച്ച് ഫോൺ കൊടുക്കുന്ന സമയത്ത് മേഡൻ പറഞ്ഞില്ലേ അവർ അവസാനിപ്പിക്കണമെന്ന്, സാർ അത് ചെയ്യണമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അമ്മ അതാ പറയുന്നത്, സാഗർ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളത്. അതന്നെ വേണ്ടത് സാർ, അങ്ങ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് മാനസയാണ് കാണിക്കുന്നത്, ആൻറ്റിയമ്മയും കാണിക്കുന്നു കേട്ടോ. ആൻറ്റിയമ്മയും മാനസയും കൂടി സംസാരിക്കുകയാണ്. ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, കൃഷ്ണനെ എൻ്റെ വരുതിൽ തന്നെ ആക്കും, ഞാൻ അവനെ വിവാഹം കഴിക്കും, അങ്ങനെ അവനെ ആ കൺമണിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ പോരാ, വേറൊരാളും കൂടി നമ്മുടെ കൂടെ വേണം. ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട് അത് ആരെയാണെന്ന്. അത് വരുണിനെയാണ്, അവൻ്റെ സഹായം നമുക്കൊപ്പം വേണമെന്ന് പറയുന്നു. അങ്ങനെ വരുണിനെ വിളിക്കുന്നു. എന്താ ഇപ്പോൾ വിളിക്കുന്നത്, എല്ലാം കൈവിട്ട് പോയില്ലേ, ഞാൻ എപ്പോഴും മുന്നറിയിപ്പ് തന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് പറയും നമുക്ക് തുല്യ ദുഃഖിതരാണ് വരുൺ, അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരുമിച്ച് വേണം മുന്നേറാൻ. നീ എന്ത് ചെയ്യാനാ, നിൻ്റെ കൃഷിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പെൺകുട്ടിയെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ എന്ന് പറയുന്നു. അതൊക്കെ നടക്കും. എന്തായാലും കൺമണി വരുണിനുള്ളത് തന്നെയാണ്, ക്രഷ് എനിക്കുള്ളതും. അതിനുവേണ്ടി വരുൺ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നു. എന്ത് സഹായത്തിന് ഞാൻ നിൽക്കുമെന്ന് വരുണും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സുജുവിനെയും അതുപോലെ സാഗറിനെയും കാണിക്കുന്നു. അതിനുശേഷം തന്നെ സുജുവിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. തൻ്റെ മകനെ ഒന്ന് വിളിക്ക് സാഗർ എന്ന് പറയുന്നു. ഒരിക്കലില്ല സുജു, കാരണം അവൻ എൻ്റെ പൊന്നു മകനായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ കാവൽ നിൽക്കുമായിരുന്നു, അച്ഛനായിരുന്നു അവൻ്റെ റോൾ മോഡൽ. ഇപ്പോൾ അവനെല്ലാം വേണ്ട, അതുകൊണ്ട് തന്നെ ഇനി അവൻ എൻ്റെ കാല് പിടിക്കാൻ വരട്ടെ, എന്നെ വിളിക്കട്ടെ, ഞാൻ അവനെ വിളിക്കില്ല എന്ന് പറയുന്നു. ഒരു കണക്കിന് അവൻ പറഞ്ഞത് ശരിയല്ലേ സാഗർ, അവൻ്റെ ദേഷ്യം ബലരാമനെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കുന്നു എന്നുള്ളതാണ്. അത് സത്യമല്ലേ, അവന് നമുക്ക് വേണ്ടി എന്തൊക്കെ ക്രൂരത ചെയ്തതാണ്. കൃഷ്ണ അന്ന് പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുതെന്ന്, എന്നിട്ട് നമ്മളിപ്പോൾ അവനെ ജാമ്യത്തിൽ എടുക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെ അവന് പറ്റുമോ? അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ സാഗറിന് എന്തോ പോലെ ആവുന്നുണ്ട്. ശരിയാണ്, ഒരു പക്ഷേ കൃഷ്ണൻ അതുകൊണ്ടാണ് ദേഷ്യം. പക്ഷെ ബലരാമനായിരിക്കും സാഗറിനും സാധിക്കില്ല. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിലാണ് കേട്ടോ സാഗർ നിൽക്കുന്നത്. ഇത്രയും കാണിച്ചാട്ടോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. പ്രമോ ആയിട്ട് കാണാം കേട്ടോ.